ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അർജുൻ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ബാക്കപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ വീണ്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മുടെ സമയനഷ്ടവും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ഡേറ്റ നഷ്ടവും സംഭവിക്കാറുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ ബാക്കപ്പ് ചെയ്യുക വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനും നമ്മൾ ഇതുപോലുള്ള ആപ്ലിക്കേഷനുകൾ ബാക്കപ്പ് ചെയ്ത് വെച്ചാൽ വളരെ പ്രയോജനപ്രദമാകും. അത് എക്സെൻഡർ വഴിയോ ഷെയറിറ്റ് വഴിയോ ഏത് പ്ലാറ്റ്ഫോം വഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും സാധ്യമാകും. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ബാക്കപ്പ് ചെയ്യുക നമുക്ക് ഓട്ടോമാറ്റിക് ബാക്കപ്പ് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചോളും. നമ്മുടെ SD കാർഡിലേക്ക് മറ്റുമൊക്കെ ബാക്കപ്പ് ചെയ്ത് വെച്ചോളും. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭ്യമാകുന്നത്. അതിൽ നിങ്ങൾക്ക് ബാക്കപ്പ് എന്നും അച്ചീവ്ഡ് എന്നും ഉള്ള രണ്ട് ഓപ്ഷനുകൾ താഴെ കാണാൻ സാധ്യമാകും. മുകളിൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇൻക്ലൂഡ് നിങ്ങളുടെ സിസ്റ്റം ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധ്യമാകും. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം താഴെ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്കപ്പ് ആവുന്നതായിരിക്കും. അത്തരം ബാക്കപ്പ് ചെയ്ത ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് അച്ചീവ് എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധ്യമാകും. നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് വീണ്ടും ആപ്ലിക്കേഷനുകൾ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അച്ചീവ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ഡോട്ട് മാർക്ക് കാണാൻ സാധ്യമാകും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ആ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ 2-3 ഓപ്ഷനുകൾ കാണാൻ സാധ്യമാകും. അതിൽ നിങ്ങൾക്ക് ഓൾഡ് വേർഷൻ ബാക്കപ്പ് ചെയ്യണമോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പഴയ വേർഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്കപ്പ് ചെയ്ത് വെക്കും. ആവശ്യമാണെങ്കിൽ നമുക്ക് ഓൾഡ് വേർഷൻ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധ്യമാകും. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമാകും സിസ്റ്റം ആപ്ലിക്കേഷൻസ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കപ്പ് നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റം ആപ്ലിക്കേഷൻ കൂടി ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധ്യമാകും. നിങ്ങളുടെ സിസ്റ്റം ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി തന്നെ താഴെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. നിങ്ങൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്കപ്പ് ചെയ്യുകയും ചെയ്യും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾ ബാക്കപ്പ് ചെയ്ത ആപ്ലിക്കേഷനുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ചീവ് എന്നുള്ള ഓപ്ഷനിൽ പോയതിനു ശേഷം നിങ്ങൾ ആപ്ലിക്കേഷനുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പിലും മറ്റ് ഏതൊരു പ്ലാറ്റ്ഫോമിലേക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫോണിലേക്ക് ആപ്ലിക്കേഷനുകളുടെ APK ഫയലുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്ത നല്ല വീഡിയോ വീണ്ടും കാണാം.